ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. 2024 ഇന്ത്യയുടെ ആദ്യ T20 പരമ്പരയായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പര. മത്സരത്തിൽ 3 മത്സരങ്ങളും സമ്പൂർണ്ണ ആധിപത്യത്തോടു കൂടി തന്നെയായിരുന്നു രോഹിത് ശർമ്മയുടെ യുവ ഇന്ത്യ തൂത്തുവാരിയത്. നമുക്കറിയാം, T20 വേൾഡ് കപ്പ് ജൂണിൽ വരാൻ പോവുകയാണ്. അതിന് മുന്നോടി ഇന്ത്യയുടെ അവസാനത്തെ T20 പരമ്പരയായിരുന്നു. ഇനി അതിനുശേഷം IPL പോരാട്ടങ്ങൾ വരാൻ പോവുകയാണ്. സോ അതിനാൽ തന്നെ കൂടുതൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ ഇന്ത്യക്ക് വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിലേക്ക് ടീമിനെ അയക്കാം. എന്നാൽ അതിനുശേഷം T20 വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇന്ത്യയുടെ ആദ്യത്തെ T20 പരമ്പരയ്ക്കുള്ള ഫിക്സ്ചേഴ്സ് ഇപ്പോൾ BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ്. ക്രിക്കറ്റിലെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കുഞ്ഞൻ ടീം എന്ന് വിളിപ്പേരുള്ള സിംബാബ്വേയാണ് ഇത്തവണ ഇന്ത്യയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. T20 വരാനിരിക്കുന്ന ജൂണിൽ തുടങ്ങാൻ പോകുന്ന T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യയുടെ ആദ്യ T20 പരമ്പര സിംബാബ്വേക്കെതിരെ അവരുടെ നാട്ടിലാണ് ഫിക്സ്ചേഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജൂലൈയിൽ തുടങ്ങുന്ന പരമ്പരയിൽ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയാണ് നിലവിൽ ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ പുറത്തുവിട്ടിട്ടുള്ളത്. സിംബാബ്വേയിലെ ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് 5 മത്സരങ്ങളും നടക്കാൻ പോകുന്നത്. ജൂലൈ 6-ാം തീയതിയാണ് ആദ്യ പോരാട്ടം. ജൂലൈ 7-ാം തീയതി 2-ാം T20യും, ജൂലൈ 10-ാം തീയതി 3-ാം T20, ജൂലൈ 13 4-ാം T20, ജൂലൈ 14 5-ാം T20. അങ്ങനെ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയാണ് സിംബാബ്വേയിലെ ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ജൂലൈയിൽ ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ നടക്കാൻ പോകുന്നത്. T20 വേൾഡ് കപ്പ് കഴിഞ്ഞ് വരുന്നതിനാൽ തന്നെ സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് തന്നെയായിരിക്കും BCCI ടീമിനെ പ്രഖ്യാപിക്കുക. കൂടുതൽ യുവതാരങ്ങൾ, നമുക്കറിയാം സിംബാബ്വെ പോലൊരു ടീമിനെ നേരിടാൻ മികച്ച യുവതാരങ്ങളെ തന്നെയായിരിക്കും ഇന്ത്യ അയക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ T20 വേൾഡ് കപ്പിൽ നമുക്കറിയാം നായകൻ രോഹിത് ശർമ്മ തന്നെയായിരിക്കും ഇന്ത്യ നയിക്കാൻ പോകുന്നത്. സോ അതിനാൽ തന്നെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ തുടങ്ങിയ സീനിയർ താരങ്ങൾക്കടക്കം, നിരന്തരമായി മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സീനിയർ താരങ്ങൾക്കടക്കം വിശ്രമം അനുവദിച്ചുകൊണ്ട് ഒരു ഫുള്ളി ഫോക്കസ്ഡ് യൂത്ത് പ്ലെയേഴ്സിനെ മാത്രമായിരിക്കും ഇന്ത്യ സിംബാബ്വേക്കെതിരെ പരമ്പരയ്ക്ക് അയക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ മലയാളി താരം സഞ്ജു സാംസണും ഏറെ പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ഒരു താരം തന്നെയാണ് വരാനിരിക്കുന്ന ആ ഒരു പരമ്പര ടീമിൽ ഉൾക്കൊള്ളാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.